കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാതല യോഗം ചേർന്നത്. കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 500ഓളം പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് ജില്ലാതല യോഗം ചേർന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുത്തു. ഇവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. ഇവയ്ക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് സമൂഹത്തിലെ നാനാവിഭാഗത്തിലെ ആൾക്കാരുമായി ആശയവിനിമയം നടത്തുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ സ്വാഗതാർഹമായ കാര്യമെന്ന് ഇസ്ലാം മതപണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. ഇത് വളരെ നല്ല പരിപാടിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പരിപാടികൾ വിശദീകരിക്കുകയും അവരിൽ നിന്ന് സർക്കാർ എന്ത് ചെയ്യണമെന്ന നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ പിണറായി വിജയൻ സർക്കാർ ചെയ്തിട്ടുണ്ടെന്നും ഇനിയും കരുത്തോടെ മുന്നോട്ടു പോകുവാൻ സാധിക്കട്ടെ എന്നും റവറൽ ഫാദർ ഡോക്ടർ ടി ജെയിംസ് ആശംസിച്ചു. സർക്കാരുമായി ബന്ധപ്പെട്ട് പല പ്രോഗ്രാമുകളിലും പങ്കാളികളാകുവാൻ ഞങ്ങളുടെ സഭയ്ക്കും സാധിച്ചിട്ടുണ്ട്. തുടർന്നും ഏറ്റവും നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുവാൻ പിണറായി സർക്കാരിന് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പരിപാടിയിൽ മുഖ്യമന്ത്രി ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ട്രാൻസ്ജെൻഡറുകൾക്കായി ഒരുപാട് നല്ല പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും തുടർന്നും പദ്ധതികൾ പ്രതീക്ഷിക്കുന്നതായി നഗ്മ സുസ്മി പറഞ്ഞു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് വളരെയധികം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഒരുപാട് സന്തോഷത്തിലാണ്. ഇനിയും ഒരുപാട് പദ്ധതികൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കണം എന്നാണ് നമുക്ക് സർക്കാരിനോട് ഇനിയും പറയാനുള്ളത്. കോഴിക്കോട് ചേർന്ന ജില്ലാതല യോഗത്തിൽ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, ജില്ലയിലെ LDF MLA മാർ, ജില്ലാ കളക്ടർ, കോഴിക്കോട് മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.